മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ 4ാമത്തെ മനഃശാസ്ത്ര വിഭാഗം എപ്പിസോഡാണ്. പുതിയതായിട്ട് കാണുന്നവർ ഇതിന് മുൻപ് മെഡിറ്റേഷൻ എന്നറിയുന്ന ഒരു വിഭാഗം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ളവർ ആ വിഭാഗങ്ങൾ കൂടി കാണണം. മനഃശാസ്ത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വരുന്നത് ഓരോ വ്യക്തിയിലുമുള്ള ഏറ്റവും അടിസ്ഥാന ഭാവമായ ടെക്നിക്കലി ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ആ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിന് 4-5 ഭാഗമായിട്ട് വീണ്ടും വിഭജിക്കുകയാണ്. അതിനകത്തുള്ള 2 ഭാഗങ്ങളാണ് പറഞ്ഞത്, എക്സ്പീരിയൻസ് ആൻഡ് എമോഷൻ. ഇന്ന് നമ്മൾ ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഈ 2 ഭാഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ക്രിയേറ്റിവിറ്റി ആൻഡ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധമുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് 6 മാസം 1 വർഷം ആ സമയത്തിനുള്ള സമയമാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. ഒരു കൊച്ചുകുട്ടി, അപ്പോൾ അവൻ്റെ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കരമായിട്ട് തുറന്നിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ആ കണ്ണിങ്ങനെ മുഴുവൻ സമയം എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തലച്ചോറിനകത്ത് ഒന്നുമില്ല, ഡാറ്റ ഒന്നുമില്ല, വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ധാരാളം സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ സ്വീകരിക്കേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. അപ്പോൾ കണ്ണ് തുറന്നിട്ട് കാണുന്ന കാഴ്ച എല്ലാം ഒപ്പിയെടുക്കുകയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ മാതിരി. അപ്പോൾ ആ സമയത്ത് വളരെ വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ പിക്ചറുകൾ ധാരാളം കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ആ നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ആ മാനസികമായ ഭാവമാണ് നമ്മൾ ഈ പറയുന്ന ക്യൂരിയോസിറ്റി. അപ്പോൾ ആ കൊച്ചുകുട്ടി നല്ല ഉൾക്കാഴ്ചയോടെ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടെ ഓരോന്നിനെയും അതങ്ങോട്ട് കാണുകയാണ്. പൂക്കളെ കാണുന്നു, ഇലകളെ കാണുന്നു, ആലോചിച്ച് നോക്കുക. കൂടെ ഒരു പൂച്ചയെ പട്ടി പോകുന്നതിന് അതിനെ കാണുന്നു, ഒരു ആൾ വരുന്നു അയാളെ കാണുന്നു. അങ്ങനെ കുട്ടിയെ സംബന്ധിച്ച് ലോകം പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളായാലും ഒരു പുതിയ സിനിമയൊക്കെ കാണുമ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ കണ്ണുകളൊക്കെ വളരെ വിശാലമായിട്ടിരിക്കും ഇങ്ങനെ. കാരണം നമുക്ക് മാക്സിമം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. കാണാവുന്ന സർക്കിൾ കംപ്ലീറ്റ് നമ്മളിങ്ങനെ പരതിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ നയിക്കുന്ന അടിസ്ഥാന വികാരം ക്യൂരിയോസിറ്റി ആണെന്ന് തിരിച്ചറിയാം. ഈ ക്യൂരിയോസിറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഭാവന. ഇപ്പോൾ വലിയ ആളായി കഴിയുമ്പോഴേ ക്യൂരിയോസിറ്റി എന്നുള്ളത് ഭാവനയായിട്ടൊക്കെ മാറാണ്. അതായത് നമ്മൾ ഒരുവിധ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കൊരു പുതുമ ഒന്നും ഉണ്ടാവില്ല, ആൾ മുമ്പേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഭാവനയിലേക്ക് പോവാണ്, അയാളെ പറ്റിയിട്ട് അതങ്ങനെ ഇങ്ങനെ ഇത് നല്ലതും ചീത്തയും അങ്ങനെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പിന്നെ മനസ്സങ്ങോട്ട് പറക്കാണ്. ചിന്തകളുടെ ലോകത്തിലൂടെ, ഭാവനകളുടെ ലോകത്തിലൂടെ, കാഴ്ചകളുടെ ലോകത്തിലൂടെ. അപ്പം അങ്ങനെ മനസ്സിനെ കൂടുതൽ സമയം വ്യാപരിപ്പിക്കുന്ന നമ്മളുടെ ഏറ്റവും അടിസ്ഥാനമായ ആ ഒരു ഭാവന, ആ സങ്കല്പ ലോകത്തിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം, അല്ലേ? ഏതിലേക്ക് വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ആ അടിസ്ഥാന മാനസികമായ ഭാവത്തെയാണ് ഇവിടെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പോൾ ഒരാൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അലസമായ സാധാരണ ഇത്ര ബുദ്ധിശക്തിയൊന്നും വേണ്ടാതെ ചെയ്യുന്ന ജോലികളിലൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, മനസ്സിങ്ങനെ തോന്നിയപടി കാണുന്ന കാഴ്ചകളും അതിനെ ഒന്ന് ബന്ധപ്പെടുത്തി ഇങ്ങനെ ധാരാളം മനക്കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ക്യൂരിയോസിറ്റി ഭാവനയുടെ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റുകളാണ്. പല ഗുണവും ദോഷവും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും സാധാരണക്കാരാണെങ്കിലും അസാധാരണമായി കഴിവുള്ള മനസ്സാണ്, തലച്ചോറാണ്. അപ്പോൾ ആ തലച്ചോറിന് ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മനഃശാസ്ത്രത്തിലേക്ക് വരുന്നത്. കാരണം നമുക്ക് ധാരാളം കാര്യങ്ങൾ ആലോചിച്ച് കൊണ്ടുപോകാനും അല്ലെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം അതിനെ. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ ധാരാളം സമയം ബാക്കി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി എന്ന രീതിയിൽ മനസ്സിന് ഞാൻ കൊടുത്ത ഒരു വ്യായാമമാണ്, അല്ലെങ്കിൽ മനസ്സിന് ഞാൻ കൊടുത്ത ഒരു ഭക്ഷണമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇതുപോലെ ഇഷ്ടം പോലെ നമുക്ക് സഞ്ചാരപഥങ്ങൾ കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്കറിയാം, അതിനകത്ത് മാനസികമായ അസുഖങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അതുപോലെ മാനസികമായ സന്തോഷങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ തന്നെ കാണുന്നത് ഗെയിമിങ്ങുകളാണെന്ന് ഓർമ്മിക്കുന്നില്ലേ? ഗെയിമുകൾ എന്തോരം ഗെയിമുകളാണ്, അല്ലെങ്കിൽ വീഡിയോ കൊണ്ടുള്ള സാധ്യതകൾ, അങ്ങനെ ലോകങ്ങൾ വിശാലമാകുക. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ധാരാളം നല്ല ശാസ്ത്രമായ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങനെ നമ്മളെ മനസ്സിനെ കൊണ്ട് എത്താൻ കഴിയുന്ന മേഖലകൾ എന്തൊക്കെയാണോ ആ മേഖലകളിലെല്ലാം ഒരാളല്ല, ഈ ജനകോടികൾ എല്ലാവരുടെയും മാനസികമായ ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റിയുടെ ഫലമാണ് നമ്മളുടെ സയൻസ് ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് വളരെ വിലപിടിച്ചൊരു ഭാഗമാണെന്ന് കൂടി തിരിച്ചറിയണം. അപ്പോൾ സയൻസ് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഭാരതത്തിൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇപ്പോൾ നാസ ഒക്കെ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ഗ്രഹാന്തര യാത്രകൾ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇല്ലേ? ചന്ദ്രനെ നമ്മൾ വളരെ കൈവെള്ളയിലേക്ക് എത്തിച്ചു, സൂര്യനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വോയേജർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയ പേടകം ഇങ്ങനെ സൗരയൂഥത്തിൻ്റെ അതിരുകൾ കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ധാരാളം സയൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഞാനൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ കുറച്ചാണ്. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ വളരെ കൂടുതൽ കാര്യങ്ങൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് പറയാൻ കഴിയും. അപ്പോൾ ആ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മുഴുവൻ ഉണ്ടാക്കപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ ആദ്യം കാലങ്ങളിലുള്ള റൈറ്റ് സഹോദരന്മാർ മുതൽ ചാൾസ് ഡാർവിൻ മുതൽ ഓരോരുത്തരും ഓരോ മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങളിലേക്കും നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഉൽപ്പന്നമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക, ഓരോരോ കാര്യങ്ങൾ കണ്ട് അതിനുമായി ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് ആ കാര്യങ്ങൾ നമ്മളെ മനുഷ്യൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിക്കുക, ഇങ്ങനെ 100 കണക്കിന് അല്ലേ? ഞാനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ കാണുന്ന എന്ത് ഉൽപ്പന്നവും ഇതുപോലെ വേറെ ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞതാണ് ഇല്ലേ? മൊബൈൽ ഫോൺ തന്നെ നോക്കുക, ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന എത്രയോ ഉപകരണങ്ങളുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കുക, ഫാന് ഒന്നാന്തരം, ഹീറ്റർ അല്ലേ, മൈക്രോവേവ് ഓവൻ, ലൈറ്റ്, അങ്ങനെ എന്താ പറയുക, ഇഷ്ടം പോലെ എത്രയോ യന്ത്രങ്ങൾ അല്ലേ? കാറ് അല്ലെങ്കിൽ ട്രാക്ടർ, അങ്ങനെ നമ്മളുടെ ഉപയോഗത്തിന് പെടുന്ന എല്ലാ സംഭവങ്ങളും ടെക്നോളജി എല്ലാം വികസിച്ചു വരാനുള്ള അടിസ്ഥാന മനുഷ്യ മനസ്സിലെ വികാരമാണ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. കുടമുണ്ടാക്കുന്നത് സംവിധാനം ആലോചിച്ച് നോക്കാം. മണ്ണ് കുഴച്ചിട്ട് അയാളിങ്ങനെ ഒരു കറങ്ങുന്നൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളെ കൈ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഒരു മനോഹരമായ ഒരു അതുണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? ധാരാളം വീഡിയോസ് നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ബേസിക്കായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ സ്വർണം ആലോചിച്ച് നോക്കുക, എത്രയോ കരവിരുതിലൂടെയാണ് ഒരു കമ്മൽ അയാൾ ഉണ്ടാക്കിയെടുക്കുന്നത്, എത്രയോ സമയം കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതും ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്, അതിൻ്റെ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ അമ്മമാരും വീട്ടമ്മമാരും ഇന്നും ക്രിയേറ്റിവിറ്റിയിൽ മുഴുകുന്നുണ്ട് അല്ലേ? നമ്മളൊരു കറി ഉണ്ടാക്കുന്നത് വിവിധ ഘടകങ്ങളെ കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് രുചിച്ച് നോക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തൃപ്തി ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എന്നും മനസ്സിന് തൃപ്തി നൽകുന്ന ഒരു ഘടകമാണെന്ന് തിരിച്ചറിയുക ഇല്ലേ? നല്ല രീതിയിൽ തൃപ്തി, ആ വികാരം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ക്രിയേറ്റിവിറ്റിയിലൂടെയാണ്. ഇപ്പോൾ നല്ലൊരു എഴുത്ത് ഇല്ലേ? നമ്മളൊരു കഥ എഴുതി പൂർത്തിയാക്കിയെടുക്കുന്നത്, ഒരു ചിത്രം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പോസ് ചെയ്തിട്ട് പാട്ട് പാടി ഫലിപ്പിക്കുന്നത്. ഇപ്പം ഞാനും ഇപ്പം ഇങ്ങനെ ഈ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ നിർമ്മിച്ച് അത് നിങ്ങളിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്കും ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ആ വികാരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ മേഖലകളിലും മനുഷ്യൻ പ്രവർത്തിക്കുന്ന എല്ലാത്തിലും ആ ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ഒരു ബസ് ഡ്രൈവർ ആലോചിച്ച് നോക്കുക, അയാൾ അത്ര ആളുകളെ അവരുടെ ആവശ്യമനുസരിച്ച് നിർത്തി വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്രമത്തിൽ കൊണ്ടുപോയി. നമ്മൾ മുമ്പ് ഡ്രൈവിങ്ങൊക്കെ നോക്കുക, അതിനകത്തും അങ്ങനെ. അപ്പം എല്ലാത്തിലും ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഘടകമുണ്ട്. ഒരു കുട്ടി പഠിക്കുക സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക, പരീക്ഷയ്ക്ക് ധാരാളം പോർഷൻസ് തന്ന് അതെല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. അത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഇതൊക്കെ ഉണ്ട്, ഓക്കെ, നല്ല, ഐ ആം ഗുഡ്, വെൽ. അപ്പോൾ ആ വെൽനെസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ആ ഒരു മനോഭാവം നമുക്ക് എടുക്കുന്നത് ഐ ആം ഓക്കെ എന്നുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ക്രിയേറ്റിവിറ്റിയിലൂടെയാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ നമ്മളുടെ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇപ്പോൾ ഈ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കുക, അത് ഏതെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സന്തോഷം ഉണ്ടാകും.
രണ്ട് മച്ചിങ്ങ നമ്മളിങ്ങനെ ഒരു ഇർക്കിളി കുത്തി എടുത്തിട്ട് ആക്കി അതിനകത്തൊരു പ്ലാവിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി ഒരു വള്ളി കെട്ടി കഴിഞ്ഞാൽ ഒരു വണ്ടി ഉണ്ടാക്കി കൊണ്ടൊരു കുട്ടി ഓടുന്നത്, അവിടെ ഒരു ക്രിയേറ്റിവിറ്റി സംഭവിക്കുന്നുണ്ട്. അതേമാതിരി ഒരു പമ്പരം ഇല്ലേ, ഇല ഉണ്ടാക്കി മുറിച്ചിട്ട് നടുക്കൊരു കോല് കുത്തിയിട്ട് അങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ വളർച്ചയിൽ വളരെ വളരെ അവിഭാജ്യമായൊരു ഘടകമാണ് ഈ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇതിൻ്റെ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നതെന്നും ഒന്നൊന്നിൻ്റെ ഭാഗമാണെന്നും തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റിവിറ്റി എന്നൊരു ഘടകം അടിസ്ഥാന ഭാവമാണെന്ന് തിരിച്ചറിയുക. അതിനെ കൂടി പരിപോഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പുതിയ പുതിയ കറികൾ ഉണ്ടാക്കുന്നത് അല്ലേ, പുതിയ പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്, പുതിയ പുതിയ സിനിമകൾ ഉണ്ടാവുന്നത്. അപ്പോൾ മനുഷ്യകുലം നിലനിൽക്കുന്തോറും അവൻ്റെ ഈ ആശയങ്ങൾ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് നമ്മളെ മുമ്പിൽ എന്നും വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, അറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്കൊരു വലിയ സന്തോഷം നൽകുന്നൊരു ഘടകമാണ് അല്ലേ. സിനിമകളൊക്കെ നമ്മൾ ഇത്രയധികം പ്രയോജിപ്പിക്കുന്നതിന് കാരണം ഈ ക്യൂരിയോസിറ്റി നമ്മളെ വളരെ കൂടുതൽ അതിനകത്ത് ആകർഷിക്കുകയാണ്. അത് അവരുടെ കലാകാരന്മാരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അപ്പോൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാക്കിയെടുത്ത് അത് പ്രകടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് നല്ല നിറവ് കിട്ടും എന്നൂടി പറയാണ്. ഇപ്പോൾ നമ്മളൊരു കഥ, എന്ത് കഥയായാലും ഒരു ആശയം ഉണ്ടാക്കിയിട്ട് നമ്മളതിനെ അത് 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തി നൽകും. അത് വേറെ ആൾ കൂടി വായിച്ചിട്ട് അതിനകത്ത് കൊള്ളാം ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊക്കെ അത് ഉറപ്പായി. അപ്പോൾ ഒരു കൊച്ചുകുട്ടികൾ ഇങ്ങനെ കഥ എഴുതി ആൾക്കാരെ തന്നെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവർ കഥാകാരന്മാരാവുന്നത്. അപ്പോൾ ഏത് കലയിലും അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയിലും നമ്മൾ മുഴുകി അത് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു വ്യക്തമായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ പരിപോഷിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ പറഞ്ഞ ഈ അടിസ്ഥാന ആശയം ആൾറെഡി അങ്ങനെ ആണ്, ഞാൻ അതിനൊന്ന് വിളക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്തവർ കണ്ടെത്തണം എന്നുകൂടിയാണ് ഞാനിതിലൂടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളത് ഈ മനഃശാസ്ത്രത്തിൻ്റെ ഭാഗത്തിലേക്ക് അതിന് പിന്നെ ഒതുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഉണ്ടായി വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ക്യൂരിയോസിറ്റി നമുക്ക് ആ കുട്ടിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ആ കുട്ടിയുടെ ആദ്യകാല കമ്പ്യൂട്ടറിലേക്ക് ധാരാളം വിഭവങ്ങൾ ശേഖരിക്കുന്നത് ഈ തുറന്നു വെച്ച കണ്ണുകളിലൂടെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെ ഈ ഭാവനയും ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു അധ്യാപകൻ ഒരു കഥ പറഞ്ഞു. മലയാള അധ്യാപകൻ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നുകൊണ്ട് ബോർഡിനകത്തൊരു വട്ടം വരച്ചിട്ട് അതിൻ്റെ കുട്ടികളെ നിങ്ങളിപ്പോൾ എന്താണ് കാണുന്നത് എന്നിങ്ങനെ വളരെ ഉറക്കെ പറയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കാനും നോക്കിയിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സാറേ ഞാനൊരു പപ്പടം കാണുന്നുണ്ടെന്ന് പറയാണ്. ശരി പപ്പടം, പിന്നെ ഒരു വട്ടം, ശരി പിന്നെ അത് അമ്പിളിമാവനും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ആ ഒരു വട്ടത്തിൽ നിന്ന് തന്നെ ഒരു ധാരാളം കാര്യങ്ങൾ. ഒരാൾ പറയുകയാണ് ഒരു കുഴലിൻ്റെ ആദ്യമാണ്. അങ്ങനെ കുട്ടികളിലുള്ള ഭാവന വിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു വട്ടം മാത്രമാണ്. ഇതേ വട്ടം തന്നെ നമ്മളൊരു മുതിർന്ന ആളെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇത് പൂജ്യമല്ലേ, അവരെ സംബന്ധിച്ച് തീരുമാനമായി അത് പൂജ്യമാണ് എന്നങ്ങ് തീരുമാനിക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് തീരുമാനമില്ല, അത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഭാവനയെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ആദ്യകാലത്ത് നമ്മുടെ അധ്യാപകരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ആ ഒരു മാനസിക ഭാവത്തോടെ തന്നെയാണ് വളരുന്നത്, വികസിക്കുന്നത് കൂടി പറയാൻ വേണ്ടി ഞാൻ ഈ കഥ പറഞ്ഞതോളാം. എൻ്റെ അധ്യാപകൻ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ഭാഗം മറിച്ചതിൻ്റെ പറയാം, ഇതാണ് റാ, ഇത് മുഴുവൻ പപ്പടമാണ്. ആ പപ്പടത്തിൽ നമ്മൾ പാതിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അതാണ് റാ. അപ്പോൾ റാ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മലയാള അധ്യാപകൻ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഓരോരോ അധ്യാപകരുടെ കഴിവ് അങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനത് ഉദാഹരിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥ കൂടിയുണ്ട്. സംഭവമാണ് അത്, കുറേ കഴിയുമ്പോൾ അത് കഥയായിട്ട് മാറും. നമ്മളുടെ ജോർജ് കണ്ടത്തിൽ എന്ന് പറയുന്നൊരു ജെസ്യൂട്ട് ഫാദർ, അദ്ദേഹം പഠിക്കാനായിട്ട് തിയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ അമേരിക്കയിലേക്ക് പോയപ്പോൾ അവിടെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ റിക് ബേൺ, അതുമാതിരി ക്ലോഡ് സ്റ്റെയ്നർ, അതുമാതിരി വേറെയും കുറേ ആളുകളൊക്കെ കൂട്ടത്തിലേക്കാണ് ഇയാൾ ചെന്ന് വിട്ടത്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു,
അവർക്ക് സയൻറ്റിസ്റ്റുകളാണ് കേട്ടോ. അച്ഛനൊരു കാര്യം ചെയ്യും. ഇപ്പം ലോകത്ത് ഇഷ്ടം പോലെ പാതിരിമാരുണ്ട്. ഇപ്പം അവരായിട്ട് എല്ലാവരും ജനങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു പരിപാടിയിരിക്കുക. അച്ഛൻ കുറച്ച് സൈക്കോളജി പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ TA സൈക്കോളജിയുടെ ആ അധ്യാപകരുടെ ഭാഗത്തുള്ള ക്ലാസ്സിൽ കൊണ്ടിരുത്തി. അപ്പോൾ അച്ഛനും വിചാരിച്ചു കൊള്ളാമല്ലോ, ഇഷ്ടം അച്ഛന്മാരുടെ കുറവൊന്നും കേരളത്തിലൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചു കളയാം എന്ന് വിചാരിച്ചിട്ട്. ഇത് 50-60 ആ സമയത്താണ് സംഭവം നടക്കുന്നത്. ഒരു 70 വർഷത്തോളം, 70 ഒരു 75 വർഷത്തോളം പഴക്കമുള്ള സംഭവമാണ്. അങ്ങനെ നമ്മൾ ആ ജോർജ് കണ്ടത്തിൽ എന്ന് പറയുന്ന അച്ഛൻ അമേരിക്കയിൽ പോയി TA സൈക്കോളജി പഠിച്ചിട്ട് വന്നിട്ട് അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ TA അധ്യാപകനാവുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കാര്യം പുതിയ കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാം, പിന്നെ കൗൺസിലിങ്ങിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അച്ഛനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബലവത്തമായ ഒരു കാര്യം. അദ്ദേഹം കളമശ്ശേരിയിൽ ചങ്കമ്പുഴ നഗറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷണൽ അനലൈസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സൈക്കോളജി പഠിപ്പിക്കാനും ആളുകൾക്ക് അതിനകത്ത് കൂടുതൽ അവബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ നമ്മളവിടെ ചേർന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തെ ഒരു സൈക്കോളജിക്കലിൻ്റെ മിനിമം ക്ലാസ് 2 ദിവസം 3 ദിവസമൊക്കെ വരും. അപ്പോൾ ICT നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കണമെന്ന ആഗ്രഹമുള്ള അവിടുത്തെ കോഴ്സിന് ചേരുക. പിന്നെ നമ്മൾ തന്നെ സുഹൃത്തായ സ്റ്റീഫൻ, ഗണേശൻ ഇവരൊക്കെ ഓൺലൈനിലായിട്ടും ഇത് നടത്തുന്നുണ്ട്. ഒരു 2500-3000 രൂപയൊക്കെ ചാർജ്. കുറേ ദിവസത്തെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു 7 ദിവസമോ അങ്ങനെയൊക്കെ തോന്നണം കേട്ടോ. നിങ്ങളതും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ റിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെ ക്യാപ്സൂൾ മാതിരി പറഞ്ഞു തരും. അപ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഒരു രൂപം കിട്ടും ഇതെന്താ സംഭവം എന്നുള്ള കാര്യങ്ങൾ. അത് ജീവിതവുമായിട്ട് വളരെ അടുപ്പിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഓരോന്നും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വിലയുള്ള കാര്യം തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സംഭവം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ അതിനകത്ത് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് ക്ലാസ്സിൽ ചേരുകയോ ബാക്കി വിധത്തിലേക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരൊക്കെ ആയിരുന്നു സെബാസ്റ്റ്യൻ സാർ എന്ന് പറയുന്ന ആ സെബാസ്റ്റ്യൻ സാറിൻ്റെ ശിഷ്യഗണത്തിലാണ് ഞാനൊക്കെ പെടുക. അപ്പോൾ അതിൻ്റെ 3ാം തലമുറ ഇത് വരും. അത് പിന്നെ ഇത് ഞാൻ പഠിക്കുന്നത് 2005 വരും. അപ്പോൾ അതുകൊണ്ട് 18-20 വർഷം മുമ്പുള്ള സംഭവമാണ്. ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ സാറ് കണ്ടത്തിൽ പിന്നെ ഒരു സിസ്റ്ററുണ്ട്. ഇവരൊക്കെ മരിച്ചു പോയിട്ടോ ആൾക്കാരൊക്കെ, മുമ്പുണ്ടായിരുന്ന ആൾക്കാരാണ്. അവരൊക്കെയാണ് ഇതിൻ്റെ ആദ്യകാല നമ്മളുടെ വാദ്യാരന്മാർ, അധ്യാപകർ. അപ്പോൾ അവരുടെ ഒരു സ്മരണ നിങ്ങളെ കൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ചങ്കമ്പുഴ നഗറിൽ അങ്ങനെ ഈ ICTA എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. കൗൺസിലിംഗ് കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. ആ സൈക്കോളജിയുടെ കുഞ്ഞു ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിതിലേക്ക് വരാനുള്ള ആദ്യ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോരോ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ ആത്മഹത്യകൾ കാണുന്നത് അത് നമ്മളെ സംബന്ധിച്ച് വല്ലാതെ ഹോണ്ട് ചെയ്യും. ഒരു ആത്മഹത്യയൊന്നും അല്ല, പിന്നെയും ഞാൻ അത് പറഞ്ഞ ഒരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ മനസ്സ് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ, കൊളുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് തീരെ അവഗണിക്കാൻ പറ്റില്ല. അവഗണിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് കരുതണം. എന്നാൽ പോലും ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു 80-88 കിലോമീറ്റർ സ്പീഡുണ്ട്. ആ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴക്കൂട്ട ഭാഗത്ത് വെച്ച് ഒരു പെൺകുട്ടി നേരെ വന്ന് കയറി നിൽക്കുകയാണ്. ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡൊക്കെ ഉള്ളൂ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ ആകെ 2-3 ഹോൺ അടിക്കുമ്പോഴേക്കും ഈ സമയം എത്തിക്കഴിയുകയും ചെയ്യും. ടപ്പ് എന്ന് പറയുന്ന ഒരു ഒച്ചയോടെ ആ ഒരു വ്യക്തി ഉൽക്ക പോലെ അങ്ങോട്ട് ഇല്ലാതെയാവുകയാണ്. നമ്മളെന്താ ചെയ്യണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കും. ഞങ്ങൾ 2 പേരും മുഖമൊക്കെ വിളറിയും. പിന്നെ എവിടെ വണ്ടി നിർത്തുന്ന സമയത്ത് നിർത്തി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ശരീരാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാം, ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയി നിൽക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം ബോഡി പാർട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാറ്റി കളഞ്ഞ് വളരെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ചോരയും കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര മണമൊക്കെ ഉണ്ടാവും ശരീരത്തിൻ്റെ. ഉടനെ ആ പൊട്ടിപ്പോയി ശരീരത്തിൻ്റെ ഒക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഓരോ വർക്കിങ്ങിലും ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് അതൊരു പേപ്പറിലൊരു ന്യൂസ് കാണാം, ഇന്ന കുട്ടി
ട്രെയിൻ മുന്നിൽപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു സെൻറ്റൻസിലും അത് നിങ്ങളെ സംബന്ധിച്ച് തോന്നിയെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് അത് 2-3 ദിവസം അത് കൊണ്ട് നടക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒന്നുമല്ല, അതൊക്കെ മാഞ്ഞു പോകുമ്പോഴേക്കാണ് അടുത്ത് വരിക. അപ്പോൾ ജീവിതം മുഴുവനും അങ്ങനെ ഒരു ഹോണ്ടിങ് നമ്മളെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യനിങ്ങനെയൊക്കെ ചെയ്യുന്നു, മനുഷ്യരൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, എങ്ങനെയൊക്കെ ചിന്തിച്ച് എനിക്കത് തൃപ്തികരമായ ഉത്തരം കിട്ടുന്നില്ലല്ലോ. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അവനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ചിന്തിച്ച് അതിനെ നമുക്കൊരു എവിടെയും കൊണ്ട് ആക്കണം, അതിങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ അതിനെ ഒന്ന് സാംശീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ അതേമാതിരി ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ പ്രശ്നങ്ങളെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സൈക്കോളജിക്കൽ ഭാഗം ഉപകരിക്കും എന്നുള്ളൊരു മുൻധാരണയോടെയാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലെ ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് നമുക്ക് ധാരാളം വേണമെങ്കിൽ പറയാം, അല്ലേ? ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ ജീവിതത്തിൻ്റെ സഹായിക്കുന്ന ഘടകങ്ങൾ ഈ സയൻസിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഈ ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. ഇനി അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം ഇനി ഉടനെ കാണാം, അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക.